പരമാത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തിൽ 2 പക്ഷികൾ കഴിഞ്ഞിരുന്നു. അതിൽ മുകളിലിരിക്കുന്ന പക്ഷി ശ്രേഷ്ഠ വൈശിഷ്ട്യമുള്ളതായിരുന്നു. മറ്റേതാകട്ടെ സാധാരണ ഒരു പക്ഷിയും. ശ്രേഷ്ഠതയുള്ള പക്ഷി സ്വന്തം ഐശ്വര്യത്തിൽ പ്രതിഷ്ഠിതമായിരുന്നു. മറ്റേതാകട്ടെ വൃക്ഷത്തിലെ കയ്പുള്ളതും മധുരമുള്ളതുമായ ഫലങ്ങൾ ഭക്ഷിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കഴിയുന്നു. ദുഃഖത്തിൻ്റെ തീവ്രതയിൽ വീർപ്പ് മുട്ടുമ്പോൾ അത് പരമാനന്ദത്തിൽ ആണ്ടിരിക്കുന്ന മുകളിലത്തെ പക്ഷിയെ ആരാധനയോടെ നോക്കിയിരിക്കും. ക്രമേണ സാധാരണ പക്ഷി ശ്രേഷ്ഠതയുള്ള പക്ഷിയെ അനുകരിക്കാൻ തുടങ്ങി. ഓരോ കൈപ്പേറിയ അനുഭവവും ഔന്നിത്യത്തിൽ ശാന്തമായി ഇരിക്കുന്ന പക്ഷിയുടെ തലത്തിലേക്ക് ചെന്നെത്താനുള്ള കുതിപ്പായി മാറി സാധാരണ പക്ഷിക്ക്. 2 പക്ഷികളും തമ്മിലുള്ള അകലം കുറയും തോറും താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കുറഞ്ഞു വരുന്നത് സാധാരണ പക്ഷി തിരിച്ചറിഞ്ഞു. ക്രമേണ ശ്രേഷ്ഠമായ പക്ഷിയുടെ സാമീപ്യത്തിൽ എല്ലാ പീഡകളും ഇല്ലാതെയായതായി തൻ്റെ ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞു. ആനന്ദം നേടുന്ന പക്ഷി ആനന്ദം അനുഭവിച്ച് പ്രസരിപ്പിക്കുന്ന പക്ഷിയുടെ പ്രതിഫലനം മാത്രമാണ് താൻ എന്ന് തിരിച്ചറിയുന്നു. ഇവിടെ വൃക്ഷം കാലവും ശ്രേഷ്ഠതയുള്ള പക്ഷി പരമാത്മാവും മറ്റേത് ജീവാത്മാവുമാണ്. ജീവാത്മാവ് പരമാത്മാവിൽ എത്തിച്ചേരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉപനിഷത്ത് സന്ദേശം. ഇനി ഗുരുവചനം കേൾക്കാം. 33 ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു നേട്ടവുമില്ല. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, കരുത്തരായി ജീവിക്കുക. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഭവാബ്ധാവപാരേ മഹാദുഃഖഭീരു പപാത പ്രകാമി പ്രലോഭി പ്രമത്ത കുസംസാരപാശ പ്രബദ്ധ സദാഹം ഗതിസ്ത്വം ത്വമേക ഭവാനി ഗതിസ്ത്വം ത്വമേക ഭവാനി ഭവാബ്ധാവപാരേ മഹാദുഃഖഭീരു പപാത പ്രകാമി പ്രലോഭി പ്രമത്ത കുസംസാരപാശ പ്രബദ്ധ സദാഹം ഗതിസ്ത്വം ത്വമേക ഭവാനി ഗതിസ്ത്വം ത്വമേക ഭവാനി.